ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷു സംക്രാന്തി ദിവസമാണ്. ഉച്ചയ്ക്കായി രാവിലത്തെ വീഡിയോ നല്ലൊരു ദിവസമായിരുന്നു. ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഞാൻ വെളുപ്പിനെറ്റ് വിളക്ക് കാട്ടി, പിന്നെ അച്ഛൻ്റെ കൂടെ ചായ കുടിക്കാൻ ചായക്കടയിൽ പോയി, അമ്പലത്തിൽ പോയി, പാല് മേടിക്കാൻ പോയി, പിന്നെ അപ്പുറത്ത് സദ്യ ഉണ്ടാക്കുന്നിടത്ത് പോയിട്ട് നമുക്ക് സദ്യക്ക് വേണ്ട മോര് കാച്ചി മിഞ്ചിൻപുളിയും അവിടെ സദ്യ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് കക്കരിപ്പാടത്ത് പോയി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു ഇന്ന് എനിക്ക്. ഉച്ച തൊട്ടിട്ട് ഇപ്പോൾ നമുക്ക് തിരക്ക്, നല്ല വിഷുത്തിരക്ക് തലയിൽ ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷെ വീട്ടിൽ നിന്ന് പറഞ്ഞു തീരല്ല, ഇതേ അനിയത്തിയും നാത്തൂനും അച്ഛനും വരുന്നുണ്ട്, പറഞ്ഞുള്ളൂ എത്തി. തിരക്ക് ആൾക്കാര് വണ്ടികളുണ്ട്, പക്ഷെ ആൾക്കാരെ ഒരു പോലീസുണ്ട്. പണിക്കെട്ടിൽ വാങ്ങാം, കണ്ടാറ് എത്തിയോളൂ. അവരിപ്പോൾ വിഷു തലേന്ന് വന്നിട്ട് നമുക്ക് വിഷു കൊണ്ടുതരാൻ വന്നതാണ് കേട്ടോ. അത് സ്വാഭാവികമാണല്ലോ, നമ്മൾ വിഷു ഓണൊക്കെ ആകുമ്പോൾ നമ്മുടെ മരുമോളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് കൊണ്ട് വന്നതാണ് അവർ രണ്ടുപേരും. അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അമ്മയ്ക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ട് കുറേ പണികളുണ്ടായി, കാരണം ഒരു ദിവസം അമ്മയ്ക്ക് ലീവ് ഉള്ളത്. അപ്പോൾ ആ ഒരു ദിവസം അമ്മ അവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ വന്നിട്ട് ചാന്തും അച്ഛനും കൂടിയാണ് വന്നിരുന്നത്. ഞങ്ങളിപ്പോൾ ഇന്ന് കാണുന്നത് ഭീമാണ് കേട്ടോ. അയ്യോ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഭയങ്കരമായിട്ട് ഞങ്ങളിത് അഡിക്റ്റ് ആയത്. അച്ഛനെ നിങ്ങൾ നോക്കുക, അച്ഛനാണ് ഏറ്റവും കൂടുതൽ മുഴുകിയിരിക്കുക കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അവർ വേഗം തന്നെ പോയപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കരിവേപ്പിലയും പിന്നെ കുറച്ച് ചപ്പിക്കുടിയ മാങ്ങ പച്ചുണ്ടായിരുന്നു, കനിയൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടും കൂടെ അത് അവർക്കും കൂടെ കൊടുത്തിട്ട് അവർ വേഗം ഇറങ്ങിയിട്ടാ. അവരിറക്കിയെന്ന് വേണമെങ്കിൽ പറയാം, കാരണം എനിക്ക് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വിഷു കരിയിക്കണ നേരം ആകുമ്പോഴത്തേനും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വേഗം ഇറങ്ങി. നെക്സ്റ്റ് നമ്മളിത് ചക്ക ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് നമ്മുടെ തേൻ വരിക്ക ചക്കയാണ്. നമ്മുടെ വീട്ടിലാകുള്ളൊരു ചക്ക, അത് പ്ലാവാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വിണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. 2 ദിവസമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വിഷുത്തലേന്ന് നമുക്ക് പൊട്ടിക്കാൻ എനിക്കൊരു വീഡിയോ എടുക്കണം. പക്ഷെ അപ്പോഴത്തേനും നമ്മുടെ ചക്ക നന്നായിട്ട് പിളർന്നിരുന്നു. അച്ഛനാണ് ചക്ക ഇടാൻ വേണ്ടിയിട്ട് കയറുന്നത്. ശരിക്കും തേൻ തന്നെയാണ്, തേൻ. പക്ഷെ ചിലത് ഇടി വെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ടൈപ്പിൽ ഒട്ടും മധുരം ഇല്ലാണ്ടായി പോകും, അല്ലെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കയറിക്ക് പോകും. ഇവിടെ എല്ലാവരും ചക്കപ്രാന്തന്മാരെ, എസ്പെഷ്യലി താഴെ നിൽക്കുന്ന നമ്മുടെ ചേട്ടൻ ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാന്താണ് കേട്ടോ. അതുപോലെ അമ്മയ്ക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ചക്ക ആദ്യത്തെ കിട്ടി. ഭയങ്കര മധുരമാണ്. നമ്മൾ ചക്കിട്ടു, ഇനി കണിക്കൊന്ന പൊട്ടിക്കണം. നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ കൃഷ്ണന് ഉടുക്കാനുള്ള ആട, കദംബം, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് നമുക്ക്. ഇവിടേക്ക് വിഷു കരിയിക്കുമ്പോഴത്തേനും എത്തണം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കീത്തൂരെ എന്തെങ്കിലും ഒന്നും നിങ്ങൾ കാണുന്നുണ്ടാവില്ല എല്ലാ വീഡിയോയിൽ. ഏട്ടാ അതെടുത്തോ, മേശമില്ല ട്രൗസർ. അത് അവരെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ നിങ്ങളൊരു അമ്പലം കണ്ടിട്ടുണ്ടാവും. ആ അമ്പലത്തിലത്തെ പ്രതിഷ്ഠാദിനാണെന്ന്. അപ്പോൾ ഇന്ന് അവർക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് പോയിട്ട്, നമ്മൾ ഇവിടുത്തെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അവരെത്തും, നമ്മളിവിടേക്ക് എത്തുമ്പോഴത്തേനും അവരെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, നമ്മളിനി ഇറങ്ങാൻ നോക്കട്ടെ. കാശിക്കൂട്ടൻ വേഗം ഉറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഞങ്ങൾ പടക്കം മേടിക്കാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ പടക്കം മേടിക്കാൻ പോണത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒന്നുമല്ല, ഞാനിതൊരു പടക്കക്കട കണ്ടിട്ടുമില്ല കേട്ടോ. ഇങ്ങനൊരു ഹോൾസെയിലായിട്ട് നിൽക്കുന്ന അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഓരോരുത്തരും വരുമ്പോൾ ഞാൻ ഓരോരുത്തരും ഡ്രസ്സ് ചോദിച്ച് മേടിക്കുന്ന പോലെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മേടിച്ചിരുന്നത്. എനിക്ക് മെയിനായിട്ടും അറിയണത് മറ്റേ ടോർച്ച് പോലത്തെ മറ്റേ പൂത്തിരിണ്ടല്ലോ അത്, പിന്നെ ഭയങ്കരമായിട്ട് ഗ്ലിറ്ററിങ് ഉള്ള അത്, പിന്നെ മേശാപ്പൂ, തലച്ചക്രം, പാമ്പ് ഗുളിക. പക്ഷെ പാമ്പ് ഗുളിക മേടിച്ചില്ല, കാരണം അതിന് ഭയങ്കര പുക ആയതുകൊണ്ട് പിള്ളേരൊക്കെ ഉള്ളതല്ലേ. പിന്നെ പാമ്പ് ഗുളിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു നോസ്റ്റുമാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു പടക്കമൊക്കെ അല്ലേ. പിന്നെ പാമ്പ് ഗുളിക പടക്കമല്ലേ, എനിക്കറിയത്തില്ല ആ ഒരു സാധനം.
പിന്നെ പടക്കവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിഖിലും ഞാനും ആണ് മെയിനായിട്ട് നിന്നിരുന്നത്. അപ്പോൾ ഓരോ സെക്ഷനിൽ നിന്ന് വരുമ്പോൾ അവർ ഓരോ ബില്ലിൽ ഇങ്ങനെ ആഡ് ചെയ്ത് തരാ ചെയ്യുന്നത്. പിന്നെ തലച്ചക്രം പല സൈസ്, പല കളേഴ്സ്, പല കോംബോ, പല റേറ്റ് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല, ഞാൻ വെറുതെ ഷോ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മേടിച്ച ചേട്ടന്മാരെ ഒരു 150 കുറഞ്ഞ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നോർമൽ ഒരു പൂത്തിരിയുടെ ഒരു സെറ്റിന് തന്നെ 150 രൂപയായിരുന്നു, ഇതിന് 150 രൂപയായിരുന്നു തോന്നുന്നത്. അപ്പോൾ ഇതെനിക്കിഷ്ടം, എനിക്ക് പൂത്തിരികളിൽ ഇഷ്ടം ഇതാണ് കേട്ടോ. പിന്നെ മേശാപ്പൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മേശാപ്പൂവും തലച്ചക്രവും പൂത്തിരിയൊന്നും കണ്ടമാനം മേടിച്ചില്ല, കാരണം എല്ലാ കൊല്ലവും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പൂത്തിരി ലാത്തിരടക്കം നമ്മുടെ വീട്ടിൽ ഈ കൊല്ലം ഇരിക്കുന്നുണ്ട്. പിന്നെ പടക്കം മെയിനാണ്. അച്ഛനും ഏട്ടനും നിഖിലും പടക്കം പൊട്ടിക്കാൻ പ്രാന്തന്മാരാട്ടാ. അച്ഛന് ഭയങ്കര ഇഷ്ടം, ഞാൻ കാണാറുണ്ട്. ഞാൻ പൊട്ടിക്കെട്ടറ പടക്കം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നടക്കാറുണ്ട്. അപ്പോൾ പണ്ട് ഒരു കുഞ്ഞു ഓലപ്പടക്കം കിട്ടുമായിരുന്നു, അതൊരു ഭയങ്കര സൗണ്ടാണ്. പക്ഷേ ഇപ്പം ആ കുഞ്ഞു ഓലപ്പടക്കം ഇല്ല, വലിയ ഓലപ്പടക്കേ ഉള്ളൂ, അതിന് സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും. പിന്നെ മാലപ്പടക്കം, അത് നമ്മളൊരു 1-2 എണ്ണം മേടിച്ചായിരുന്നു. മാലപ്പടക്കം എന്താ പറയുക, വലിയ കാര്യം പറയരുതല്ലോ, വകയ്ക്ക് വിടില്ലായിരുന്നു. കാരണം ഓലപ്പടക്കം ഇതൊന്നും പിന്നെ റിഹേഴ്സൽ നോക്കിയിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ, ട്രയൽ ചെയ്തിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല, അവർക്കൊന്നും പറയാൻ പറ്റില്ല, അത് വേറെ കാര്യം. അങ്ങനെ നമ്മളിതേ ഒരു കേറ്റ് പടക്കം അങ്ങോട്ട് മേടിച്ചിരിക്കുന്നു, 12,000 രൂപ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മുടെ ഈ നാട്ടിലത്തെ ഈ ഒരു ഏരിയയിൽ തന്നെ ഏറ്റവും നല്ലൊരു വലിയൊരു പച്ചക്കറി കടയാണത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത പച്ചക്കറി ഉണ്ടാവില്ല, ഓൾമോസ്റ്റ് എല്ലാതും നമ്മുടെ ഭാസ്കർ മാമൻ്റെ പീടിക, അങ്ങനെയാണ് ഞങ്ങൾ പറയുക, ഭാസ്കർ മാമൻ്റെ പീടിക എന്നിട്ട് പറയാം. അവിടെ നമ്മൾ വെള്ളരി മേടിച്ചു, പിന്നെ കണി വെക്കാൻ ആവശ്യമായിട്ടുള്ള മത്തങ്ങ മേടിച്ചു. പിന്നെ നമുക്ക് മാങ്ങക്കറി വെക്കണം, അതായത് നമ്മുടെ വിഷുക്കട്ടയ്ക്ക് മാങ്ങക്കറി വെക്കണം, അതിന് വേണ്ടിയിട്ട് ഞെട്ടുടിയ മാങ്ങ, അങ്ങനത്തെ മാങ്ങ തന്നെ വേണം, അത് ചോദിച്ച് മേടിക്കണം കേട്ടോ. അങ്ങനെ ഒരു ഞെട്ടുടിയ മാങ്ങ മേടിച്ചു. ഇതാണത്. 2 എണ്ണമൊക്കെ മതിയാവും മാങ്ങക്കറി വെക്കാൻ. പിന്നെ നമുക്ക് വിഷുക്കണിക്ക് നമ്മളെ വീട്ടിലത്തെ തന്നെ കൊലാന്ന് കിടക്കുന്ന മാങ്ങകൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് വിഷുക്കണിക്ക് വേറെ എക്സ്ട്രാ മേടിക്കേണ്ടി വന്നില്ല. കാശിക്കുട്ടൻ കണ്ടില്ലേ, അച്ഛൻ്റെ അതേ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ചക്ക കണ്ടപ്പോൾ അവിടെ മലർന്ന് വീട് കേൾക്കുന്നുണ്ട്, ടക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക, അല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കണിക്ക് വേണ്ടിയിട്ടുള്ള ചക്കൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ കറികൾക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനില്ല, നമ്മൾ സാമ്പാറും അവിയലും മാത്രം ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് കുറേ വെജിറ്റബിൾസ് നമുക്ക് അങ്ങനെ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം മേടിച്ചത് നമ്മൾ പോവാണ്. നമ്മളിത് പച്ചക്കറി ഒരു 2 കിറ്റ് പച്ചക്കറി മൊത്തം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ പോണത് കണിക്കൊന്ന നോക്കിയിട്ട് പോവാട്ടോ. എവിടെയാണ് കണിക്കുന്ന, എവിടെ നിന്ന് കണിക്കുന്ന ഒപ്പിക്കുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പോണ വഴിക്കൊക്കെ വല്ല മരങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ സദ്യക്ക് ഗംഭീര സദ്യ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും പോവും, പിന്നെ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർ 2 ദിവസം കണ്ട് വരേ ഉള്ളൂ, അപ്പോൾ അവർ കഴിക്കത്തുമില്ല, എപ്പോഴും നാശമായി പോവല്ല പതിവ്. അപ്പോൾ മോരുകാച്ചി, സാമ്പാർ, അവിയൽ, രസം, പിന്നെ എന്തെങ്കിലും ഒരു പേര് ഇങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ, കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മാങ്ങ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് റോട്ടിൽ. നാളെ മാമ്പഴ പുളിശ്ശേരിക്കും പിന്നെ എന്താ പറയുക വിഷുക്കട്ടയ്ക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് മാങ്ങക്കറി കഴിച്ചു തുടങ്ങിയത് ഇവിടെ വന്നേ. പിന്നെ ചേട്ടാ ഞാനിവിടെ വന്നേ, നമ്മുടെ അവിടെ വിഷുക്കട്ടയ്ക്ക് എന്തിട്ടെന്നറിയട്ടെ കഴിക്കുക, നോ ശർക്കര നീര്, അതായത് ശർക്കര അങ്ങനെ കഴിക്കുക. അവിടെ ഈ കണിക്കൊന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്നേ ശർക്കര നീര് ആണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത്. ഇവിടെ മാങ്ങക്കറി കഴിക്കുക നല്ല ടേസ്റ്റാണ്. എനിക്ക് എന്തായാലും ഇവിടുത്തെ നമ്മുടെ സീത് ഉണ്ടാക്കുന്ന വിഷുക്കട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര കുറേ നാളികേരപ്പാല് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും, അടിപൊളിയാണ്, ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇതേയും ഇത് തപ്പി നടക്കാൻ പോവാണ്. ഇത് വിഷുക്കട്ട തപ്പി നടക്കട്ടെ, അല്ല സോറി, ഇതൊരു കണിക്കൊന്ന് തപ്പി നടക്കട്ടെ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് വന്നത് ഇതായിട്ട് സ്ഥിരം വരുന്ന ഫ്രൂട്ട്സ് കടയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു, എസ്എംപുരത്തായിരുന്നു. ഞാൻ പിന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായില്ല, കാശിക്കൂട്ടൻ ഉറക്കമായതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായില്ല. നമുക്ക് കണി വെക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഫ്രൂട്ട്സും മേടിച്ചോളാം ഞാൻ പറഞ്ഞപ്പോൾ ഓരോന്നും മേടിച്ച് കൊണ്ടുവന്നത് എനിക്ക് കാണിച്ചിട്ടാണ്. പൈനാപ്പിൾ, ആപ്പിൾ, മാങ്ങ, 2 തരം മുന്തിരി, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രൂട്ട്സും ചടപടേന്ന് പറഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സും അതേപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസും ചക്കയും പടക്കവും റെഡി. പക്ഷേ നമ്മുടെ വിഷുവിൻ്റെ മെയിൻ ആളെ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല, കണിക്കൊന്ന. അത് വലിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കണി വെക്കാൻ വേണ്ടിയിട്ട് മയിൽപ്പീലി വേണമല്ലോ. മയിൽപ്പീലി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ പിള്ളേഴ്സ് അത് നശിപ്പിച്ചു. ഡ്യൂപ്ലിക്കേറ്റ് കണിക്കൊന്ന കുറേ കിട്ടും, പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചിരുന്നു ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് വാങ്ങിക്കാമെന്ന്, പക്ഷേ ഏട്ടനത് സമ്മതിച്ചില്ല. നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 മയിൽപ്പീലി മേടിച്ചു. മയിൽപ്പീലി മേടിച്ചിട്ട്
അത് നമ്മുടെ കണ്ണൻ്റെ തൊട്ട് പിന്നിലായിട്ട് വെക്കാനായിട്ട്. പണ്ടൊക്കെ മയിൽപ്പീലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു മയിൽപ്പീലി അല്ലെങ്കിൽ 2 മയിൽപ്പീലി എന്തായാലും മേടിക്കും. എന്നിട്ട് നമ്മൾ ലൈൻ ബസ്സിലൊക്കെ ഇതിങ്ങനെ പിടിച്ചിങ്ങനെ വരും. തിരിച്ചെത്തുമ്പോഴത്തേക്കും വീടെത്തുമ്പോഴത്തേക്കും മയിൽപ്പീലി 10 കഷ്ണമായിട്ട് ഉണ്ടാവും. അതൊക്കെ എനിക്കൊരു വലിയൊരു നൊസ്റ്റമാണ് കേട്ടോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കത്തിലാണ് ഗൈസ്. അപ്പോൾ അതേ മയിൽപ്പീലി ഞാൻ കൊണ്ടുവന്നപ്പോൾ ഞെട്ടിപ്പോയി. കാരണം മയിൽപ്പീലി മേടിക്കാൻ ഇവിടെ കിട്ടില്ല എന്ന് വിചാരിച്ചു. പൂജ സ്റ്റോഴ്സിലൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ മയിൽപ്പീലി കിട്ടില്ല എന്ന് വിചാരിച്ച സാധനം നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതേ നമ്മൾ ഫ്രൂട്ട്സും അതേപോലെ വെജിറ്റബിൾസും മയിൽപ്പീലിയും ഉണ്ണികൾക്ക് ഉടുക്കാൻ മുണ്ടും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മുണ്ട് കിട്ടി, 1 മുണ്ട് കിട്ടിയിട്ടില്ല. എനിക്ക് ഏട്ടൻ്റെ കൂടെ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. കണ്ടോ ആശാൻ ഉറക്കാൻ ഇവിടെ നിന്ന് എണങ്ങിയിട്ടുണ്ടെങ്കിൽ ആശാൻ എണീക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് അന്ന് വെളുപ്പിന് എണീറ്റുകൊണ്ട് ഉറക്കാൻ വന്നിട്ടുണ്ടായില്ല ഗൈസ്. ഇപ്പോൾ അതേ 1 മുണ്ടും കൂടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ പോയിട്ടുണ്ട്. കണിക്കൊന്നയാണ് സി എൻ്റെ കണ്ണിൻ്റെ നേരെ 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 കണിക്കൊന്ന മരം ഗൈസ്. അവിടെ ഒരു കണിക്കൊന്ന മരം നിൽക്കുന്നുണ്ട്. കണിക്കൊന്നേ ഉണ്ട്, പക്ഷേ നമുക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് എങ്ങനെ പൊട്ടിക്കും എന്നാണ് സി കേട്ടോ. കഴിക്കത് ഇഷ്ടപോയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി തന്ന ഞാൻ ആ വീട്ടിൽ ചെന്ന് വണ്ടി എരന്നോളാം. ചേട്ടാ 2 കളിക്കുന്ന പ്ലീസ്, 2 തണ്ട് കളിക്കുന്ന. അയ്യോ കളിക്കുന്ന ഇയാളെ മഴ പെയ്തിട്ട് ഇളകാത്ത നല്ല തുടുത്ത് മുഴുത്ത കണിക്കൊന്ന ചേട്ടൻ ഒപ്പിച്ച് തരും വൈകുന്നേരം ആകുമ്പത്തിന്. എല്ലായിടത്തും ഇങ്ങനെ തന്നെയുള്ള അവസ്ഥ മാൻ. അപ്പൊ പിന്നെ 2 തണ്ടെങ്കിൽ 2 തണ്ട് എവിടെ ഒപ്പിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. ഈ കണ്ട വീടുകളിലത്തെ എല്ലാ ആൾക്കാർക്കും കണിക്കൊന്ന പൊട്ടിക്കുന്നത് എങ്ങനെയാണ് കണിക്കൊന്ന അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമല്ല. ഇപ്പൊ നമ്മളാ വീട്ടിൽ പോയി അവർക്ക് അറിയാൻ നമ്മള് വീട്ടിൽ കണിക്കൊന്ന നിറച്ചുണ്ടാവും വീട്ടില്. വെറുതെ കൊഴിഞ്ഞു പോണ സാധനം. ഇപ്പൊ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരു കൂട്ടുകാർ ചോദിക്കാണ് കുറെ കണിക്കൊന്നൊക്കെ ഉണ്ട് ചേട്ടാ 2 തണ്ട് കണിക്കൊന്ന പിടിച്ചാൽ ഈ പറ്റില്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് പൊട്ടിക്കാൻ പറ്റും. നമ്മ പറയൂ ഒരിക്കലില്ല. ചിലപ്പോ പറയും മക്കളെ 2 തണ്ട് പൊട്ടിച്ചാ വീട്ടാ, അങ്ങനെ പറയായിരിക്കും. ഈ എന്താ പറയാ, എനിക്ക് തോന്നുന്നില്ല ഈ കുറെ മുഴുത്ത മാങ്ങ കൊലച്ച് നിൽക്കുന്നിടത്തൊന്ന് ചോദിക്കുന്ന അത്രയും കൂടെ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് കണിക്കൊന്ന കിട്ടിയേ പറ്റൂ. അടുത്തത് നമ്മൾ കൃഷ്ണൻ അലങ്കരിക്കാനായിട്ട് കദംബം മേടിക്കണം. പിന്നെ നമ്മുടെ ചെട്ടിമല്ലിയുടെ മാല മേടിക്കണം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്രാവശ്യം നല്ല കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടും ഏട്ടൻ അറിയുന്ന ഒരു ചേട്ടൻ്റെ കടയിലാണ് ഏട്ടൻ്റെ ജിമ്മേറ്റാണ് അവിടെ പോയത്. അപ്പം കുറേ ചെട്ടിമല്ലിയുടെ ഇരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് മുല്ലപ്പൂ മേടിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ മുല്ലപ്പൂ മേടിച്ചില്ല. 50 രൂപയാണ് ഒരു മുഴയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര രാവിലെ വെച്ചിട്ട് വൈകുന്നേരം കളയേണ്ട സാധനം 50 രൂപ 100 രൂപ. എനിക്ക് എൻ്റെ മുടിക്ക് 2 മുഴൊന്നും എനിക്കൊന്നും ഓക്കെ ഇല്ലാന്ന് തോന്നുന്നു. എനിക്കൊരു 3-4 മുഴെങ്കിലും വേണം. എന്തിനാ വെറുതെ. പക്ഷെ എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ വെക്കാല്ലേ. ഇത് ഏട്ടൻ്റെ ഫ്രണ്ടാണ്. എല്ലാം ഏട്ടനെ റിലേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് നമ്മൾ ഫുള്ള് പർച്ചേസ് ചെയ്യാൻ പോയത്. അപ്പോൾ നമ്മൾ ചെട്ടിമല്ലിയുടെ മാല ഒരു എത്ര റോൾസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. റോളല്ല, എത്ര മുഴ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് നമ്മൾ കൃഷ്ണനെ ചാർത്താൻ വേണ്ടിയിട്ട് ഇത്രയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് വീട്ടിലെത്തിയിട്ട് വേണം ഇനി കണിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ. അച്ഛൻ പ്രത്യേകം വാൺ ചെയ്തിരുന്നു 5:30 ആകുമ്പോഴത്തേനും ഇവിടെ എത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ വിഷു വേഗം കരിയിക്കും നിങ്ങളില്ലാതെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം അത് മേടിച്ചു വന്നു. നമ്മുടെ വിഷുക്കണി ഒരുക്കാൻ നമുക്ക് കണിക്കൊന്ന വേണ്ടേ. അപ്പോൾ പോരുന്ന വഴിക്ക് നമുക്കൊരു ചേട്ടൻ വീടിന് തൊട്ടടുത്ത് നമ്മളിവിടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ പൊട്ടിച്ചു. ഇവരിങ്ങനെ കണി വയ്ക്കാൻ എല്ലാവരും കൊണ്ടുപോകുമല്ലോ. അപ്പോൾ നമ്മൾ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ നമുക്കൊരു 2-3 കഷ്ണം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്നെ ഭയങ്കര താങ്ക്ഫുള്ളായി തോന്നി. ലാസ്റ്റ് നമുക്ക് 2 കഷ്ണം കണിക്കൊന്ന കിട്ടിയിട്ടുണ്ട്. വരുന്ന വഴി ആ ചേട്ടനോട് കെഞ്ചി ഏട്ടൻ മേടിക്കുന്നത് ഞാൻ കണ്ടു. അതേത് ചേട്ടനാ അറിയണതാ? തന്നിട്ടുണ്ടായിരുന്നു. 2 കഷ്ണം കിട്ടിയിട്ടുണ്ട്. ശുഭം. ആക്ച്വലി നമ്മളെ വീട്ടിൽ വലിയൊരു കണിക്കൊന്ന മരം നിൽക്കുന്നുണ്ട് ഗൈസ്, വലിയൊരു കണിക്കൊന്ന മരം. പക്ഷെ അതൊക്കെ ഏറ്റവും കൊമ്പത്താണ് കണിക്കൊന്ന. അനുചേട്ടൻ വന്നു, ഞങ്ങളുടെ വലിയേട്ടനാണ് കേട്ടോ. വലിയേട്ടൻ അവിടെ നിന്ന് പൊട്ടിച്ചു. ദിഗിലും വലിയേട്ടനും കൂടെ അങ്ങേയറ്റത്തുനിന്ന് കണിക്കൊന്ന പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് കണിക്കൊന്ന സൈഡിൽ വെക്കാൻ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
ഇത്രയും കണിക്കൊന്ന കിട്ടി. പക്ഷെ ഇതും നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. ഇത് ഞങ്ങൾ 3ആയിട്ട് ഭാഗിച്ചു. വലിയേട്ടൻ്റെ അവിടേക്ക് കൊടുത്തു, കുറച്ച് ഞങ്ങളെടുത്തു, കുറച്ച് നമ്മുടെ വടക്കേലെ ചേച്ചിക്ക് കൊടുത്തു. അപ്പോൾ പിരികനൊക്കെ പരന്നു. ഞാൻ ദേ പിള്ളേരൊക്കെ കുളിപ്പിച്ചു, റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പാറിനും കൂടെ മേലിരിക്കണം. ഇത് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയണത് എന്താണ് കൂട്ടച്ച ഊഞ്ഞാലയിൽ ഉലാത്തു എന്താ പറയാ, വെള്ളം കൊടുത്തു കഴിഞ്ഞ അങ്ങനെ എന്താ പരിപാടി? വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പുല്ലിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞാൽ കുപ്പ കരിക്കണം. കുപ്പ കരിക്കാനുള്ള കുപ്പ കരിക്കുന്ന ആചാരം എന്താണ്? വിഷു കരിക്കാന്ന് വെച്ചാൽ ആചാരം എന്താണെന്ന് വെച്ചാൽ വിഷ്കരിക്കുക എന്ന് പറഞ്ഞ പരിപാടി പണ്ടേ കാലത്തുള്ളതുണ്ട്. അതിന് പല തത്വശാസ്ത്രങ്ങളുണ്ട്. മദർ പറയും എന്താണ്? എനിക്കറിയാം. ഇതിന്റെ എല്ലാത്തിന്റെയും കാരണക്കാരത്തി അമ്മയാണ്. അതെ, പിന്നെ വിഷു കരിക്കുക നമ്മുടെ എല്ലാ വീട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതായത് അവിടെ ഉണ്ട് കേട്ടോ, എൻ്റെ വീട്ടിലും ഉണ്ട്. വിഷു കരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവിൻ്റെ തലേ ദിവസം സംക്രാന്തിൻ്റെ അന്ന് വിളക്കെത്തിക്കുമ്പോൾ വിളക്കെന്നെടുത്തിട്ട് തീ കൊണ്ട് അതായത് അവിടുത്തെ ചവറൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. ആ നിലവിളക്ക് കത്തിച്ച് കാണിച്ചതിന് ശേഷം നിലവിളക്കിന് തിരിയെടുത്തിട്ട് നമ്മൾ കുപ്പ കരിക്കും. എല്ലാം പറമ്പ് അതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് വർഷത്തിന് മുമ്പ് നമ്മളെ പറമ്പ് വൃത്തിയാക്കുക, എല്ലാം അടിച്ച് കൂട്ടി വൃത്തിയാക്കിയിട്ട് കത്തിച്ച് കളയും. അതാണ് നമ്മളെ പരിപാടി. അതേമാതിരി തന്നെ ഇപ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കായ്കനികളെല്ലാം എല്ലാ വരവൃക്ഷങ്ങളും മറ്റുള്ളതും കായ്ക്കുന്ന സമയവും അതിന് എന്താണ് പൂവിടുന്ന ചെടികളെല്ലാം പൂക്കുന്ന കാലവും എല്ലാം. കാരണം മാങ്ങയായാലും ചക്കയായാലും പഴങ്ങളായാലും എല്ലാം പൂക്കുന്നൊരു ഇതാവുന്ന കാലമാണ്. അമ്മതെ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചവർ അമ്മ കളക്ട് ചെയ്യാണ്. വർഷത്തെ എല്ലാ പന്നം കളയ അങ്ങനെ ഒരു ഐതിഹ്യമാണ് നമ്മളിങ്ങനെയാന്ന് പറയണത് കേട്ടോ. അപ്പോൾ വിളക്ക് കാട്ടാനുള്ള പരിപാടീസിക്കൊക്കെ കിടക്കുകയാണ്. ഓക്കെ, അമ്മ അതുകൊണ്ട് അപ്പോൾ വേഗം തന്നെ വിഷു കരിക്കാനുള്ള ചവറും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതൊക്കെ കൂട്ടി നമ്മളിപ്പോൾ എവിടെയൊക്കെ തെങ്ങിൻ തട ഉണ്ടോ അവിടെയൊക്കെ വെച്ചിട്ട് നമ്മൾ വിഷു കരിക്കും. ഇത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ കാണുന്ന ഒരു സാധനമാണ് കേട്ടോ. അതായത് നമുക്ക് ഓണത്തിന് വിഷുവിനാണ് മെയിൻ. വിഷുവിന് നമ്മൾ തലേ ദിവസം ഇതിങ്ങനെ കത്തിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ കാണുകയാണ്. ഇപ്പം എനിക്ക് 28 വയസ്സാവത്, ഇപ്പോഴും എനിക്കിതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ ഇവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും നാളത്തെ ഒരു പഞ്ഞം കത്തിച്ച് കളയാണ്. അതാണ് അവരും പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിതേ ചൂട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വിളക്ക് കത്തിക്കുമല്ലോ, നല്ല വിളക്ക് വൈകുന്നേരം നമ്മൾ കാട്ടുമ്പോൾ അതിൽ നിന്ന് കത്തിച്ചിട്ട് നമ്മുടെ കുപ്പ കത്തിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അമ്മ ഇത് കത്തിക്കുന്ന സമയത്ത് സാധനം കത്തറുണ്ടായില്ല, കാരണം അത് ഇച്ചിരി നനഞ്ഞിരിക്കുകയായിരുന്നു, കുറച്ച് സമയം എടുത്തു കത്തിക്കാനായിട്ട്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ വേഗം വന്ന് അച്ഛനും ഒരു ചൂട്ടിൽ കത്തിച്ചു. പക്ഷേ കുറേ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ കുപ്പ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ ഒരു സെക്ഷനിൽ നിന്നും അമ്മ ഒരു സെക്ഷനിൽ നിന്നായിട്ട് നമ്മളിതേ കുപ്പ കരിയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ എല്ലാ പഞ്ഞവും ദേ കത്തിത്തീരുകയാണ് ഗൈസ്. ഈ സൈഡിൽ എന്തെങ്കിലും പടക്കം പൊട്ടിക്കാൻ കുറേ നേരം നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, പടക്കം വമ്പം ഫ്ലോപ്പായിരുന്നു. മാലപ്പടക്കമൊക്കെ കത്തിച്ച് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ 2-3 പൊട്ടുമായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സൈഡിലും എല്ലാ വീടുകളിലും ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ കത്തണം കാണാമായിരുന്നു. ഇപ്പം ഇവിടെ ഒരു സെക്ഷൻ നമ്മളെ വീട്ടിൽ തന്നെ 5-6 സ്ഥലത്ത് കുപ്പ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ദേ ഒരു സെക്ഷനിൽ നിന്ന് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാ പോണ്? പറ്റിക്കണ്ടായി കത്തിയിട്ടില്ല. അങ്ങനെ അതേ ഇവിടെ പുറത്ത് പടക്കം പൊട്ടിക്കല്. പിന്നെ അതേ നമ്മുടെ ഈ ചുറ്റുപാടും എല്ലായിടത്തും ഇതേ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വീട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ആ വീട്ടിൽ തെങ്ങിൻ തരത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ വിഷു കരിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഷു കരിയിക്കൽ ചടങ്ങ് അതിമനോഹരമായി കഴിഞ്ഞു. ഈ ഒരു വർഷത്തെ എല്ലാവിധ പഞ്ഞങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ കരിയിച്ച് കളഞ്ഞു എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കണിപ്പരിപാടികൾ നോക്കണം. നമ്മുടെ വീട്ടിലത്തെ ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർത്തതിന് ശേഷം ഞാനും കീത്തും കുളിച്ച് ഫ്രഷൊക്കെ ആയ ശേഷം കണി ഒരുക്കാൻ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ നമ്മൾ അവസാനിപ്പിച്ചു. ഇനി പടക്കം പൊട്ടിക്കൽ, പൂത്തിരി കത്തിക്കൽ, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്.
അങ്ങനെ നമ്മളത് കുപ്പൊക്കെ കരിയിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പടക്കം കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പടക്കവും ലാത്തിരി പൂത്തിരിയൊക്കെ കത്തിക്കാൻ വേണ്ടി പിള്ളേരെല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അയൽവക്കത്തുനിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വിളക്ക് കാട്ടുമ്പോൾ നമ്മൾ 5 തിരി വെച്ചിട്ടാണ് കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ 2 തിരി വെക്കാറുള്ളൂ. സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നമ്മൾ 5 തിരി കത്തിക്കും കേട്ടോ. ഇനി ദേ ഏട്ടൻ പടക്കം പൂത്തിരൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ദേ നമ്മുടെ പൂരിനപ്പൊടി ഉണ്ടല്ലോ, അവിലോസ് പൊടിയും നേന്ത്രപ്പഴവും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ദേ പിള്ളേരിങ്ങനെ വന്ന് നിൽക്കുന്ന സീൻ തന്നെ കാണാനായിട്ട് നല്ല രസമുണ്ട് ഗേസ്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര സന്തോഷമായി. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തിന്ന് കാണത്തുള്ളൂ. പിന്നെ അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്കുള്ള വെജിറ്റബിൾസൊക്കെ അരിയാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ അവിയലും സാമ്പാറുമാണ്. പക്ഷേ ഇപ്രാവശ്യം കഷ്ണങ്ങൾ എന്തോ കുറവായിരുന്നു. അപ്പോൾ കഷ്ണം കുറവാണല്ലോ, അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഉപ്പേരി, നമുക്കൊരു അവിയൽ, നമ്മളൊരു സാമ്പാറിൻ്റെ കഷ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ കഷ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് അവിയൽ മേടിക്കാനുള്ള കഷ്ണം ഉണ്ടാവും. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കാനുണ്ടാവും. അങ്ങനെയാണ്, അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇത്തിരി കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നും വെക്കേണ്ട, വേറെ ഇത് രണ്ടും മാത്രം മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും പോവുമല്ലോ, പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് വരല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞു ശരി, നമുക്ക് അവിയലും പിന്നെ സാമ്പാറും മോരുകാച്ചി ഉണ്ടായിരുന്നു, ഇഞ്ചമ്പുളി ഉണ്ട്, പിന്നെ നമുക്ക് മാങ്ങക്കറി ഉണ്ടല്ലോ, പിന്നെ നാളെ കടലക്കറി വെക്കുന്നുണ്ട്, കടല തോരൻ വെക്കുന്നുണ്ട്. ഇനഫ്, അത്രയ്ക്ക് ധാരാളമല്ലേ. അപ്പോൾ അതേ പാറുട്ടൻ നമ്മുടെ കൃഷ്ണന് ഇതെന്താ പറയുക, കൃഷ്ണനൊരു പാവാടി ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ പറയട്ടെ. അത് ഇങ്ങനെ ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് കെട്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേശം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനും കീത്തും നമ്മുടെ ഈ പരിപാടികളും കുട്ടികൾക്ക് ഫുഡും കൊടുത്തു കഴിഞ്ഞിട്ട് കുളിച്ച് വന്നിരുന്നു കേട്ടോ. കാരണം അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കണി ഒരുക്കുമ്പോൾ നല്ല ശുദ്ധിയോടെ വന്ന് നിൽക്കണം. നമ്മളിപ്പോൾ പുറത്തിങ്ങനെ വൃത്തിയോടൊക്കെ ആയിട്ട് നിന്നിരുന്നല്ല. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സെറ്റായിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ അതേ നമ്മുടെ മാലകളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈത്തും കൂടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളതേ കണി വയ്ക്കാൻ റെഡി ആവാൻ പോവാണ്. നമ്മളെല്ലാ പ്രാവശ്യം സോഫയുടെ ഒരു കോർണറിലാണ് കണി സെറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഒരു സോഫ സെറ്റ് നീക്കിയിട്ട് ഈ ജനലിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കണി അണിയിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യവും നമ്മൾ ഒരേപോലെയല്ല ചെയ്യുന്നത്. പക്ഷേ ഇവന്മാരെ 4 പേരെയും വെച്ചിട്ട് എങ്ങനെ കണി റെഡിയാക്കുന്നു ഒരു നിശ്ചയമില്ല ഗൈസ്. കാരണം അവർക്ക് 4 പേർക്കും ഉറങ്ങാറായിട്ടില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ വെളുപ്പിന് 2 മണിക്ക് എണീക്കണം. ഇന്ന് വെളുപ്പിന് 2 മണിക്ക് എണീറ്റ് കണി കാണണം, കണിക്കുള്ള ദീപം കൊളുത്തണം. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 2 മണി നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നത് ആ സമയത്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേഗം ഉറങ്ങണം, വേഗം കണി റെഡിയാക്കണം, ഇവന്മാർ ഉറക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു കസേര ഇട്ടു. കസേരയുടെ മേലെ അച്ഛൻ്റെ ഒരു മഞ്ഞത്തൂൺ ഇട്ടു. പിന്നെ ഉരുളി, കൃഷ്ണൻ ഓൾറെഡി ഞങ്ങൾ വെച്ചിരുന്ന ഉരുളി ഉണ്ടായിരുന്നു. ഉരുളിയിൽ വേണമല്ലോ നമുക്ക് കണ്ണനെ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ജമന്തി മാല അത് നമ്മൾ എങ്ങനെയാണ് സെറ്റാക്കേണ്ടത് എന്നൊരു ഡൗട്ടിലാണ്. പിന്നെ ചേട്ടന്മാരൊക്കെ അച്ഛനും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ജനാലയ്ക്ക് ഫുള്ളുള്ളത് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ വേറെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. പാറുക്കുട്ടി ഇതേ ഇവിടെ കൃഷ്ണന് പാവാട് ഉടുപ്പിച്ച് കഴിഞ്ഞിട്ടില്ല കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. നമ്മൾ അവളെയും കൂടെ മാക്സിമം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ഓരോന്ന് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനിയുള്ള ജനറേഷൻ ചിലപ്പോൾ വിഷുക്കണി വെക്കാനും അതൊന്നും ചിലപ്പോൾ ഇനിയുള്ള ജനറേഷൻകാർക്ക് അറിയില്ലായിരിക്കും. എന്താണ് വിഷുക്കണി നടക്കാൻ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ട. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ പിള്ളേരെ ഉറക്കാണ്ട് ഇത് ചെയ്തതും കൂടെ കേട്ടോ. അവർ നമ്മളെ ശല്യപ്പെടുത്തും, നന്നായിട്ട് നമ്മളെ ശല്യപ്പെടുത്തും. ഞങ്ങളെ ശരിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ചെയ്യുമ്പോൾ ഇവരിവിടെ പിടിച്ച് വലിക്കും, ഈ ഓരോ സൈഡ് പൊട്ടിക്കും, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്രാവശ്യം മെയിനായിട്ട് അച്ഛനാട്ടോ കണി ഒരുക്കിയത്. എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് ചെയ്തിരുന്ന ആൾ അച്ഛനാണ്. നമ്മൾ പിന്നെ നമ്മുടെ കുഞ്ഞു വീടുണ്ടല്ലോ, നമ്മുടെ പണിക്കാട്ടി കുഞ്ഞു വീട്, ഇത് നമ്മുടെ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഇത് നമ്മുടെ തറവാടായിരുന്നു. ഇത് ഞങ്ങളുടെ തറവാട് തന്നെ. ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ വീട്. ആ വീട് നമ്മൾ ഒന്ന് മോഡിഫൈ, ഇത് ആരുടെ വീടാണെന്ന് കുറേ പേര് ചോദിക്കും.
ആ വീട് പൊളിച്ച് കളയണ്ട, പകരം ആ വീടൊന്നും നമുക്കൊരു ഓർമ്മയില്ലേ, കുറച്ചും കൂടെ ഒരു ട്രഡീഷണൽ ടച്ചൊക്കെ കൊടുത്ത് ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത് ഒരു കുഞ്ഞൊരു നല്ലൊരു വീടാക്കി എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ആ വീട്ടിലും നമ്മൾ കണിക്കൊന്ന കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ കൃഷ്ണൻ്റെ ബാക്കിലേക്ക് എടുക്കുന്ന 4 എണ്ണല്ലേ നല്ല ഗുമ്മുള്ളൊരു ജമന്തി മാല, അത് പ്ലാസ്റ്റിക്കും ബാക്കിൽ സൈഡിൽ എടുക്കുന്നതും നമ്മുടെ ഒറിജിനലാണ്. 2 വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ മയിൽപ്പീലി ബാക്കിൽ കീറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതേ മാല ഇട്ടത്, മാലയും ഇതേ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാല കൃഷ്ണന് മാല ശരിക്കും പറഞ്ഞാൽ കെടുക്കുന്നില്ലായിരുന്നു, അതായത് കഴുത്തിൽ കെടുക്കണില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്താ പറയുക, മാല പിടിച്ച് വലിക്കൽ, പൂക്കൾ പിടിച്ച് വലിക്കൽ, അങ്ങനത്തെ ഭയങ്കര പ്രശ്നം. നമ്മളിവിടെ ഓൺ വോയിസ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, അവരെ ഒന്ന് സെറ്റാക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ടി വിയിൽ നമ്മൾ പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓൺ വോയിസും സെറ്റാക്കാൻ പറ്റൂല ഗൈസ്. അപ്പോൾ കണിക്ക് നമ്മൾ കൃഷ്ണന് മാല ചാർത്തിയിട്ടുണ്ട്. ഇനി ഓരോരോ സംഭവങ്ങളായിട്ട് ആഡ് ചെയ്ത് പോവാണ് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പായിരിക്കും കണി ഒരുക്കുന്നത്. ഉള്ള സാധനങ്ങൾ വെച്ച് എനിക്ക് തോന്നുന്നത് കൃഷ്ണന് കണി വയ്ക്കാനായിട്ട് ഇന്ന സാധനങ്ങൾ നിർബന്ധമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം കൊണ്ട് വെച്ച് കണി ഒരുക്കാം. അതാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതുപോലെയല്ല ഞങ്ങൾ ഇപ്രാവശ്യം വെച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ വെച്ചു. പക്ഷേ സാധനങ്ങൾ കുറവായിരുന്നു എന്ന് വെച്ചാൽ അറിയത്തില്ല. പക്ഷേ ഇപ്രാവശ്യം നല്ല രീതിയിൽ നമ്മൾ വെച്ചായിരുന്നു. വേറെ കുറേ ആൾക്കാരെ കണികൾ കാണുമ്പോഴാണ് ഓ ദൈവമേ, നമ്മളിപ്പോൾ ഒരു 100 രൂപ വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്കൊരു സ്വർണ്ണക്കോയിനോ അല്ലെങ്കിൽ ഒരു സ്വർണ്ണത്തിൻ്റെ എന്തെങ്കിലും വെക്കുമ്പോൾ വേറെ ആൾക്കാരെ കണികളൊക്കെ കാണാം ഒരു തട്ട് ഫുള്ള് പൈസ വെച്ചിട്ട് നടുക്കിയിൽ ഒരു സ്വർണ്ണത്തിൻ്റെ അങ്ങനെയായിരിക്കും കാണാം. പലയിടത്തും പല ടൈപ്പിലായിരിക്കും അലങ്കരിച്ച് വെക്കുക അല്ലേ. ചക്ക എല്ലാ കണ്ണിലും നിർബന്ധമാണ് ചക്ക എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളിത് കൊലായിട്ട് നമ്മുടെ ചപ്പിക്കുടിയ മാങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മുടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അച്ഛനാണ് മെയിനായിട്ട് കണി ഒരുക്കാനൊക്കെ ഫസ്റ്റ് നിന്നിരുന്നത്. അച്ഛൻ്റെ കുറേ ഐഡിയാസ് ഉണ്ട്. പിന്നെ അച്ഛനൊക്കെ ആണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും കുറേ അറിവ് വേറെ നമ്മളെക്കാളും ഉണ്ടല്ലോ. അപ്പോൾ അതേ ഉള്ളിൽ ഒരു നാളികേരം വെച്ചിട്ട് അതിൽ ഇതേ ഇങ്ങനെ തിരി വെച്ചിട്ട്, അതായത് കുഞ്ഞിക്കണ്ണൻ്റെ ഫ്രണ്ടിലായിട്ട് ആ നാളികേരത്തിന് അച്ഛൻ നല്ല ഭംഗിയിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വിളക്കിൽ തിരിയിടാന്ന് വിചാരിച്ചു. വിളക്കിൽ അങ്ങനെ തിരിയിടാണ്. ഇനി നമ്മൾ ഇവിടുത്തെ വിളക്ക് മാത്രമല്ല, ഉമ്മർത്ത് നമ്മൾ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ എണീറ്റ് സെറ്റ് മുണ്ട് എടുത്ത് വരാനാ പറഞ്ഞത്. അച്ഛൻ എപ്പോഴാണ് നമുക്ക് എടുക്കണമെന്നല്ല, കാരണം ഇപ്പം തന്നെ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു സമയം. പിള്ളേരെ ഉറക്കിയിട്ട് നമ്മൾ എപ്പോഴാണ് എടുക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കെടുക്കുന്ന പോലെ എണീക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 മണിക്ക് ഞങ്ങൾ 2 പേരും എണീക്കുക എന്നുള്ളൊരു പ്ലാനിലാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണി കാണുന്നത് ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ. നമ്മൾ 5 മണി 6 മണി 7 മണി നേരത്തൊന്നുമല്ല കണി കാണാം. നമ്മൾ ശരിക്കും കണി കാണുന്നത് വെളുപ്പിന് ഇങ്ങനെ ഓരോരോ സമയങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ ശരി ഞങ്ങൾ കാണാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കുളിച്ച് റെഡിയായിട്ട് നേരെ വരികയാണെങ്കിൽ നേരത്തെ കത്തിച്ചാൽ മതിയല്ലോ. അപ്പം എല്ലാവരും കൂടിയാണ് വിഷുക്കണി ഇപ്രാവശ്യത്തത് ഒരുക്കിയത്. എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നാഴിയിൽ അരി ഇടണം. ഞാൻ പറഞ്ഞല്ലോ, പാറുവിനെ മാക്സിമം ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് ഈ പടക്കം പൊട്ടിക്കലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. പക്ഷേ ഇതൊക്കെ അവൾക്ക് പിന്നെയും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ നാഴിയിൽ നമ്മളിത് അരി ഇടിച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ കണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ എത്ര നേരം ഒരു കണി ഒരുക്കാൻ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി മറക്കില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ നമ്മുടെ കമൻറ്റിലൂടെ ഷെയർ ചെയ്യണം. കണി ഒരുക്കാനുണ്ടായിരുന്ന അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആകെ കൂടെ കിട്ടിയത് 2 കണിക്കൊന്നാണ്. നമ്മുടെ വീട്ടിൽ 2 കണിക്കൊന്നമ്മരുണ്ട്. 2ലും ഭ്രാന്ത് പിടിച്ച പോലെ ഉണ്ടാവും. പക്ഷേ വിഷുവിൻ്റെ സമയത്ത് നമുക്ക് ഒരു തരി പോലും കണി വയ്ക്കാൻ കിട്ടാറില്ല എന്നുള്ളതാണ് സാരം. ഇപ്പോൾ രാവിലെ പൊട്ടിച്ചാലും ഉച്ചയ്ക്ക് പൊട്ടിച്ചാലും വിഷുക്കണി വെക്കുന്ന നേരത്തെ നമ്മുടെ കൊന്നയുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും, ആകെ വാടി കുറച്ചിരിക്കും. അപ്പോൾ അതും കൂടെ വെച്ചു. നമ്മുടെ വിഷുക്കണി എന്ന് പറയണത് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അയിനൂസും മല്ലൂസും കാശിക്കൂട്ടനൊക്കെ അരി വാരിക്കൊണ്ടുപോയി, ഒരു പഴം പിച്ചിക്കൊണ്ടുപോയി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരുന്നു. അരിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ പുറത്തേക്ക് അവരെ കൊണ്ടുപോയി. അപ്പം ഇനി നമുക്ക് വെളുപ്പിന് വന്നിട്ട് ഇപ്പോൾ ഒരു പൈസയും അതേപോലെ തന്നെ കോയിനും വെക്കാനുണ്ട് കേട്ടോ. അത് നമ്മളെന്തായാലും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ പൈസയും കോയിനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. പോണ നേരം ആകുമ്പോഴത്തേനും എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുമ്പോൾ വരുമ്പോൾ എടുത്ത് വെച്ചാലും മതിയല്ലോ, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്.
എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞൊരുക്കി കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് ഞാനൊരു ചെറുപറ പൊട്ടിച്ചു ഗൈസ്. ചെറുപറ തന്നെയല്ലേ, അങ്ങനെ ഒരു സാധനം പൊട്ടിച്ചു. എനിക്ക് ഭയങ്കര പേടിയാണ്, പക്ഷെ നമ്മളിതിങ്ങനെ പൊട്ടിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മളുടെ കണിയൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തേക്കാൾ നല്ല ഭംഗിയായിട്ട് കൃഷ്ണൻ വെട്ടി തിളങ്ങിയിരിക്കുകയാണ്. രാധയുണ്ട്. എല്ലാ പ്രാവശ്യത്തേക്കാളും ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് നമ്മളെപ്പോഴും ചേഞ്ച് ചെയ്തു. അതായത് എപ്പോഴും നമ്മൾ സോഫയിലാണ് ഇരിക്കാറ്. പ്രാവശ്യം ഞങ്ങൾ ചെയർ ഇട്ടിട്ട് കൃഷ്ണൻ അതിലിരുത്തി ടീപ്പോ ഇട്ടിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചു. പിന്നെ ബാക്കിൽ ഇങ്ങനെ മാലൊക്കെ ഞാത്തിട്ടപ്പോ വേറെ ലുക്കായി. പ്രാവശ്യത്തേക്കാളും ഭംഗിയായി. എക്സ്ട്രാ ഇതേ നിഖിലിന്റെ ലൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ കൃഷ്ണന് വേണ്ടിട്ട് നമ്മുടെ മോനെ നീക്കോ അതിന് കണ്ണ് പൊത്തിപ്പിച്ചു വന്ന അമ്മ പറയും പാറു എനിക്ക് അമ്മ കണി കാണിക്കാം. അപ്പൊ നമ്മ വിളക്കൊക്കെ വെച്ച് നല്ലോണം റെഡിയൊക്കെ ആക്കി കൃഷ്ണനെ സെറ്റ് ആക്കി വെക്കാം. അതെ, കണ്ണിങ്ങനെ പൊത്തിയിട്ട് ഇങ്ങനെ കണി 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 പറഞ്ഞു വരാം. ഓക്കെ അല്ലേ? അപ്പോൾ അതേ നമ്മുടെ കണിയൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ വെച്ചാൽ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. അതേ ഇവിടെ എക്സ്ട്രാ മോഡിഫിക്കേഷനൊക്കെ ഉള്ള പരിപാടീസിലാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, നാളെ വിഷു ആണ്. അപ്പോൾ നാളെ വളരെ നേരത്തെ എണീക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് തിക്കും തിരക്കും പിടിച്ചിട്ടുള്ള ദിവസമായിരിക്കും നാളെ. അപ്പോൾ ഗൈസ്, നമ്മുടെ നാളത്തെ വിഷു വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും.